ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് വേണ്ട SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ആണ് എയിം ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പം 7ാം ക്ലാസ് വരെ എത്തിയിട്ടുണ്ട്. 5ഉം 6ഉം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. 7ാം ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് മാറിയതാണ്. ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. 4 ചാപ്റ്റേഴ്സിൻ്റെ വരെ ക്ലാസ്സസ് പ്ലേലിസ്റ്റിലുണ്ട്. മിസ്സായതുണ്ടെങ്കിൽ കണ്ടുപഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ നമുക്ക് വരുന്നത് ഭൂമിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഭൂമി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ജിയോഗ്രഫിയിൽ വരുന്ന പാർട്ടാണ് കേട്ടോ. ഭൂമിയുടെ ഘടന, അങ്ങനത്തെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പാളികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജിയോഗ്രഫിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കുറേയൊക്കെ, എന്നാലും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. കൂടുതലും ക്വസ്റ്റ്യൻസൊക്കെ PSCൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ചൂട് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ. നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന ചൂട് തന്നെ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ചൂടാണ് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്നത്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അതും നോട്ട് ചെയ്യണം. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു ഏരിയ ആണ് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 4 പാളികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും പുറമേ ഉള്ളത് ഏതാണ്? ആ ഒരു ഇമേജിൽ കൊടുത്തതുപോലെ തന്നെ ഭൂവൽക്കമാണ് ഏറ്റവും പുറമേയുള്ള പാളി. അതിൻ്റെ ഉള്ളിലാണ് മാൻറ്റിൽ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പുറക്കാമ്പ്, അതിൻ്റെ ഏറ്റവും അകത്തായിട്ടാണ് അകക്കാമ്പ് വരുന്നത്. ഓർഡർ ഓർത്ത് വെക്കണേ. ഏറ്റവും പുറമെ ഭൂവൽക്കം, പിന്നെ മാൻറ്റിൽ, പിന്നെ പുറക്കാമ്പ്, പിന്നെ അകക്കാമ്പ്. ഇവ ഓരോന്നും നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് കേട്ടോ. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം എഴുതി വെക്കുക. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. എന്തൊക്കെ പോയിന്റാണ് വരുന്നത്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി, അതേപോലെ താരതമ്യേന നേർത്തതുമായ പാളിയാണ്, ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതം. പിന്നെ 2 ഭാഗങ്ങളുണ്ട്. ഭൂവൽക്കത്തിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഇതിൽ ഏതിനാണ് കനം കൂടുതൽ? വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലുള്ളത്. എത്രയാണ്? ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. പക്ഷെ എന്നാൽ പർവ്വത പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് ഏകദേശം 70 കിലോമീറ്ററോളം കനവും വരുന്നുണ്ട്. ഏതിന്? വൻകര ഭൂവൽക്കത്തിന് തന്നെ. ഇനി സമുദ്ര ഭൂവൽക്കത്തിനാണെങ്കിൽ ശരാശരി 5 കിലോമീറ്ററാണ് കനം വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ നോക്കിയേക്കാം കേട്ടോ. 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അതിൽ കനം കൂടുതലുള്ളത് വൻകര ഭൂവൽക്കത്തിനാണ്. വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. എന്നാൽ പർവ്വത പ്രദേശത്ത് 70 കിലോമീറ്ററും കനമുണ്ട്. സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററുമാണ് കനം വരുന്നത്. ഇനി അടുത്തത് മാൻറ്റിലാണ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ഭാഗമാണ്, അതായത് ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. അതിന് അത്യാവശ്യം കനമുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ ഏകദേശം 2900 കിലോമീറ്റർ വരെ ഈ മാൻറ്റിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയർ ഏതാണ്? ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അതും പഠിച്ചു വയ്ക്കണേ. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്.
അപ്പോൾ മാന്റിലിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ്, താരതമ്യേന കനമുള്ള ഭാഗമാണ്, ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പിന്നെ ശിലാമണ്ഡലം അസ്തനോസ്ഫിയർ ഒക്കെ എന്താണെന്ന് പറയുന്നുണ്ട്. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ഇനി അടുത്ത പാളി കാമ്പാണ്. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പിനും 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. അതിൽ പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കണേ. കാമ്പ് ഏതൊക്കെ ലോഹങ്ങളാലാണ് രൂപം കൊണ്ടിരിക്കുന്നത്? കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലേ. അപ്പം മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് രൂപപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ടാണ്? നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂടാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഉദ്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിലുണ്ടെന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അന്തരീക്ഷ സംരചന. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് അന്തരീക്ഷ വാതകങ്ങളുടെ അളവ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ വാതകങ്ങളും എത്ര അളവിലാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ അന്തരീക്ഷ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ ആണ്. എത്ര പെർസെൻറ്റേജ് ആണ്? 78% നൈട്രജൻ ആണ്. അന്തരീക്ഷ വാതകങ്ങളിൽ 78% നൈട്രജൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ പെർസെൻറ്റേജ് അടക്കം എടുത്ത് ചോദിക്കാറുണ്ട്. 78% നൈട്രജൻ ആണ്. പിന്നെ 21% എന്താണ്? ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. ബാക്കി വരുന്ന 1% പെടുന്നവയാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവയൊക്കെ. ഇവയെല്ലാം കൂടെ ടോട്ടലുള്ള അന്തരീക്ഷത്തിൻ്റെ 1% മാത്രമേ വരുന്നുള്ളൂ. 21% ഓക്സിജൻ ആണ്. മെജോറിറ്റി 78% എന്താണ്? നൈട്രജൻ ആണ് വരുന്നത്. ഈ പെർസെൻറ്റേജ് അടക്കം പഠിച്ചു വയ്ക്കണം. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അന്തരീക്ഷ മലിനീകരണം എന്താണെന്നുള്ളതാണ്. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷം മലിനമാകുന്ന സിറ്റുവേഷൻസ് ഇമേജായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അമ്ലമയ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം.
കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. അതും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 7 ആണ്. ഇനി pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ, മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കും. ഇനി അടുത്തത് പുകമഞ്ഞ്. പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അന്തരീക്ഷ ഘടന എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ഇതാണ് 5 എണ്ണം. ഏറ്റവും താഴെയുള്ളത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ മുകളിൽ മിസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അങ്ങനെ 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇവയോരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എല്ലാ പോയിന്റും പഠിച്ചു വെക്കണം കേട്ടോ. കാരണം നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. മാറിപ്പോവാനൊക്കെ ചാൻസ് ഉള്ള ഏരിയയും കൂടിയാണ്. പക്ഷെ നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ ആ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. കൂടുതലും ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞാലും മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ആണോ അങ്ങനെയാണല്ലോ ചോദിക്കുക. അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നായിരിക്കും ചോദിക്കുക. അപ്പം നമുക്ക് എല്ലാ പോയിന്റും അറിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. മേഘരൂപീകരണം, മഴ, മഞ്ഞ് എന്നീ പ്രതിഭാസങ്ങളൊക്കെ ഏത് പാളിയിലാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിൽ എല്ലാ പാളികളും തരും. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം, ട്രോപ്പോസ്ഫിയറിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്? ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പം ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നതും ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണേ. അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരുന്നുണ്ട്. ധ്രുവപ്രദേശത്താണെങ്കിൽ 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ഉയരമുള്ളത്. പിന്നെ പൊടിപടലങ്ങൾ, ജലബാഷ്പം ഇവയൊക്കെ കൂടുതലും കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ ക്രമമായ താപനഷ്ട നിരക്കും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പാളിയായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതിന് തൊട്ട് മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. നോട്ട് ചെയ്ത് വെക്കണം. പിന്നെന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? താപം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. നേരത്തെ ട്രോപ്പോസ്ഫിയറിൽ കുറയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം കൂടി വരികയാണ് ചെയ്യുന്നത്.
സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഓസോൺ പാളി നിലകൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി നിലകൊള്ളുന്നത്. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നുള്ള അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇവയൊക്കെ ഈ ഒരു അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. ഓസോൺ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പം ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അതും നോട്ട് ചെയ്ത് വയ്ക്കാം. മെസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 °C വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അപ്പോൾ മിസോസ്ഫിയർ എന്ന് പറയുന്നത് താഴെ നിന്ന് 3ാമത്തെ ലെയറാണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ വരുന്നതാണ്. ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഈ പാളിയിലും എന്താണ്, നമ്മൾ ആദ്യം ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞതുപോലെ തന്നെ ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. പിന്നെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 °C വരെ താഴുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഈ ഒരു മിസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത പാളിയാണ് തെർമോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട്. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. മിസോസ്ഫിയറിന് മുകളിൽ വരുന്നതാണ് തെർമോസ്ഫിയർ. ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അയണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണമെന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ അയണോസ്ഫിയർ എവിടെയാണ്? തെർമോസ്ഫിയറിൻ്റെ താഴെയുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അതും നോട്ട് ചെയ്യണേ. ഇനി ലാസ്റ്റ് വണ്ണാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്ററിന് മുകളിലാണ് എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പം 5 അന്തരീക്ഷ പാളികളെ പറ്റിയിട്ടും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഈ ഒരു തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നതെന്നും പറഞ്ഞായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം മുതൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ ഭൂമിയുടെ ഘടന അല്ലേ, ഏതൊക്കെയായിരുന്നു? ഭൂവൽക്കം, മാൻറ്റിൽ, അകക്കാമ്പ്, പുറക്കാമ്പ്, അങ്ങനെയുള്ള ഭൂമിയുടെ ഘടനയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. പിന്നെ അന്തരീക്ഷ വാതകങ്ങളെ പറ്റി പറഞ്ഞു. ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, എത്ര അളവിലാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അന്തരീക്ഷത്തെ പറ്റിയിട്ടാണ്. അന്തരീക്ഷത്തിൻ്റെ പാളികൾ, 5 പാളികളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് എന്തായാലും അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഇതേ ടോപ്പിക്കിൽ തന്നെ പഠിക്കാനുണ്ട്. അത് നമുക്ക് ആ ഒരു ക്ലാസ് എത്തുന്ന ടൈമിൽ കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.